ഭാരതം മരിക്കുകയോ എന്നാൽ ഈ ലോകത്തിൽ നിന്ന് എല്ലാ ആധ്യാത്മിക സൗന്ദര്യവും നശിക്കും. സുഖം തേടുന്നവർക്കേ ദുഃഖമുള്ളൂ. സുഖത്തിനെ തേടി പിന്നാലെ പോവാത്തവർക്ക് ദുഃഖത്തിൻ്റെ ലാഞ്ചനയേ ഇല്ല. എനിക്ക് ദുഃഖമേ ഇല്ല. ഞങ്ങൾ വരുന്ന സമയത്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, കൊടുങ്ങല്ലൂർ വാസ് നൊട്ടോറിയസ്. അപ്പോൾ നവതിയുടെ നിറവിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വർഷങ്ങൾ നീണ്ട യാത്രയാണ്. എൻ്റേതായിട്ട് എനിക്കൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ കയ്യിലുള്ളതെല്ലാം അവിടുന്ന് തന്നിരിക്കുന്നതാണ് എന്നുള്ളൊരു ബോധമാണ്. വിവേകാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിളിച്ച ആളല്ലേ എന്നുള്ളൊരൊറ്റ കോൺസെപ്റ്റേ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ വിവേകാനന്ദനെ അറിയാത്ത വീടില്ല കൊടുങ്ങല്ലൂർ. ഈ ജീവിതത്തിലെ ഈ യാത്രയിൽ ഒരുപാട് മഹാത്മാക്കളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഋഷികേശിൽ ചെല്ലുമ്പോൾ അവിടെ ശിവാനന്ദാശ്രമം, പിന്നെ സംഘത്തിൻ്റെ പ്രവർത്തകർ കുറേ പേര്. സ്വാമിജി പറയുന്നത്, ആരാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് അവരാണ് ജീവിക്കുന്നവർ, മറ്റുള്ളവർ സദാ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1982 ഞങ്ങൾ ഈ പരിക്രമ കൊടുങ്ങല്ലൂരിൽ കൂടെയും കടന്നുപോയി. സ്വാമിജി കൊടുങ്ങല്ലൂരിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഇതിലെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഒരു നല്ല മനുഷ്യൻ ഡോക്ടർ ശ്രീധരപ്പായി സ്വാമിജിയുടെ പേരിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഏക്കർ പറമ്പ് നമുക്ക് ദാനം തന്നത്. അപ്പോൾ അതിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 1995 എനിക്ക് തോന്നി ഇവിടെ വന്ന് ഇതിനെ ഒന്ന് ഇതാക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് 97 ഞങ്ങളിവിടെ എത്തി. ഭൂമി എപ്പോഴേ ഉണ്ടായിരുന്നു, അത് കിടക്കുന്നുണ്ടായിരുന്നു ഇവിടെ. 97 ഇവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 30ാമത്തെ വർഷം ആകാൻ പോകുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, കൊടുങ്ങല്ലൂർ വാസ് നൊട്ടോറിയസ്. തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ അങ്ങനെ ഒരു ചരിത്രമുണ്ടല്ലോ. കൊലകളും ഇതൊക്കെ നടത്തിയിട്ടുള്ള വിവേകാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിളിച്ച ആളല്ലേ എന്നുള്ളൊരൊറ്റ കോൺസെപ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വിവേകാനന്ദനെ അറിയാത്ത വീടില്ല കൊടുങ്ങല്ലൂരിൽ. ഈ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം ഞങ്ങൾ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് നടത്തി അവർക്ക് ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, സ്വാമിജിയുടെ ഫോട്ടോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ട്രോഫീസ് കൊടുക്കും. പിന്നെ സത്സംഗ പ്രഭാഷണങ്ങൾ, കുട്ടികൾക്കുള്ള ക്യാമ്പുകൾ, ഈ കൊച്ചുമക്കൾക്കായിട്ടുള്ള ശിശുവിഹാരം, അങ്ങനെ ഇന്നിപ്പോൾ കൊടുങ്ങല്ലൂരിലെ വിവേകാനന്ദ സ്വാമി അതൊക്കെ മറന്നു. അവർ ഭ്രാന്താലയം എന്ന് വിളിച്ച സ്വാമിയാണെന്ന് മറന്നു. സേവനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് വിവേകാനന്ദ സ്വാമി എന്നുള്ളൊരു ബോധം വന്നിട്ടുണ്ട്. ഈ സ്വാമിജി അമ്മ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുന്നത് എന്നുള്ളത് കൂടിയുണ്ട്. കാരണം അമ്മ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, മലബാറിലെ സ്ത്രീകൾക്ക് നല്ല പാണ്ഡിത്യം, സംസ്കൃതം. മലബാർ എന്ന് പറഞ്ഞത് അന്ന് കൊച്ചി തിരുവിതാംകൂർ എന്നുള്ള സ്റ്റേറ്റ് ഒന്നുമില്ല. അന്ന് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്, ഈ കോഴിക്കോട് മലബാർക്ക്. അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ മലബാർ എന്ന പേര് വന്നു. ഇവിടെ വെച്ചിട്ടാണ് കൊടുങ്ങല്ലൂരിലത്തെ തമ്പുരാട്ടികളുമായിട്ട് സംസ്കൃതത്തിലുള്ള സംഭാഷണം നടന്നത്. സ്വാമിജിക്ക് വളരെയധികം സന്തോഷമായി. അവരെ സ്വാമിജിയെ ക്ഷണിച്ചു. പക്ഷേ അതിനു മുമ്പ് സ്വാമിജി എറണാകുളത്തേക്ക് പോയി, ചട്ടമ്പി സ്വാമികളെ കാണാനും ഒക്കെ ആയിട്ട് പോയി. അപ്പം അങ്ങനെ അതൊന്നും ആരിലേക്കും എത്തിയിട്ടില്ല. സ്വാമിജി അങ്ങനെ പറഞ്ഞതിനെ ആരും ആഘോഷിക്കുന്നത് കണ്ടിട്ടില്ല. ഈ പ്രാന്താലയമാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ വന്നതിന് ശേഷം നമ്മളിത് സ്വാമിജി വന്ന ദിവസം നമ്മൾ ചിലപ്പോൾ ആഘോഷിക്കും. പിന്നെ വിവേകാനന്ദ ജയന്തി ആഘോഷിക്കും, ഷിക്കാഗോ കോൺഫറൻസിൻ്റെ ജയന്തി ആഘോഷിക്കും. പിന്നെ പല തരത്തിലുള്ള സ്വാമിജിയുടെ പേരിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ജീവിതത്തിലെ ഈ യാത്രയിൽ ഒരുപാട് മഹാത്മാക്കളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവരായിട്ട് സമയം ചിലവഴിക്കുന്നില്ല, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യം അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഓരോ ദിക്കിലും നമ്മളെ സ്വീകരിച്ചിരുന്നത് അവിടെയുള്ള ആശ്രമത്തിലെ ഹെഡ്സ്, അല്ലെങ്കിൽ അവിടെയുള്ള വലിയ ഓർഗനൈസേഷൻസിൻ്റെ ഹെഡ്സ്, അവരൊക്കെയാണ് നമ്മളെ സ്വീകരിച്ച് കൊണ്ടുപോയതും നമുക്ക് ഭക്ഷണം തന്നതും ഇതൊക്കെ ആയിട്ടുള്ളതേ. അങ്ങനെ ഋഷികേശിൽ ചെല്ലുമ്പോൾ അവിടെ ശിവാനന്ദാശ്രമം, അതേമാതിരി ഓരോ ദിക്കിലും രാമകൃഷ്ണാശ്രമത്തിൻ്റെ ബ്രാഞ്ചസ്, അങ്ങനെ എല്ലാ ദിക്കിലും. പിന്നെ സംഘത്തിൻ്റെ പ്രവർത്തകർ കുറേ പേര്. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള അവസരവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്വാമിജിക്ക് അല്ലെങ്കിൽ സ്വാമിജിയുടെ തൃപ്പാദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന
ഒരു അനുഭൂതി എങ്ങനെയാണ്? കാരണം ഞാനത് ഇല്ലാതെ വീണ്. അതാണ് സ്വാമിജിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സൂര്യൻ്റെ മുമ്പിൽ ഐസ് നിന്നാൽ എങ്ങനെ ഇരിക്കും? ഐസ് അലിഞ്ഞു പോയില്ലേ? ഇപ്പം ഞാനില്ല. അങ്ങനെയുള്ളൊരു അനുഭവമാണ്. എൻ്റേതായിട്ട് എനിക്കൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ കയ്യിലുള്ളതെല്ലാം അവിടുന്ന് തന്നിരിക്കുന്നതാണ് എന്നുള്ളൊരു ബോധമാണ്. ഇപ്പൊ നവതിയുടെ നിറവിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വർഷങ്ങൾ നീണ്ട യാത്രയാണ്. കുട്ടിക്കാലം മുതൽ സ്വാമിജിയോടുള്ള സ്നേഹമുണ്ടാകുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ മൊത്തത്തിൽ ഇത്തരം സേവനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായ കാലഘട്ടത്തെയാണ് അമ്മ മനുഷ്യ സേവനത്തിൽ, മാനവ സേവയാണ് മാധവ സേവ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. സ്വാമിജി നമ്മളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഇറങ്ങുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഒരു നിശ്ചയം ഉണ്ടായിരുന്നു, എന്ത് ഞാൻ ചെയ്യണമെന്ന്. അതിന് വാസ്തവത്തിൽ സ്വാമിജി എൻ്റെ സങ്കല്പത്തിൽ നിറഞ്ഞു നിന്നെങ്കിലും എൻ്റെ ജീവിതത്തിനെ ആ വഴിക്ക് തിരിച്ചത് ഏകനാഥജിയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അതിനുള്ള ശക്തി തന്ന് ഈ പോകേണ്ടത് ആ വഴിയല്ല ഈ വഴിയാണ് എന്ന് കറക്റ്റ് ചെയ്തിട്ട് എൻ്റെ മാർഗം കറക്റ്റ് ചെയ്തത്. അപ്പം അതിന് ഞാൻ സാധാരണ സംസാരിക്കുമ്പോഴൊക്കെ പറയും, ശ്രീകൃഷ്ണനും ത്രിവക്രയായിട്ടുള്ള ഭാഗവതത്തിൽ നമുക്ക് എല്ലാവർക്കും 3 വളവുകളുണ്ട്. ഒരു വളവിൽ നമ്മുടെ മെറ്റീരിയൽ ഹാപ്പിനെസ്, നല്ല ശമ്പളം വേണം, നല്ല ജോലി വേണം, നല്ല പൊസിഷൻ വേണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ. രണ്ടാമത്തതിൽ നമുക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതായിട്ടുള്ള കുടുംബം, ഭർത്താവ്, കുട്ടികൾ, അച്ഛനമ്മമാർ, അങ്ങനെയുള്ള മാനസിക തലത്തിൽ, വൈകാരിക തലത്തിൽ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള സന്തോഷങ്ങളെ ചെയ്യുന്നത്. മൂന്നാമത് വൈചാരികമായിട്ട് എനിക്ക് നല്ല ഇപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ സയൻറ്റിസ്റ്റ് ആവണമെന്നൊക്കെയുള്ള ഭാവങ്ങൾ. ഞാൻ പറയും ഏകനാഥജി അത് 3 ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉടച്ചു കളഞ്ഞു എൻ്റെ മനസ്സിൽ നിന്ന്. ഏകനാഥജി എപ്പോഴും പറയും, അന്ന് ഡൽഹിയിൽ എനിക്ക് ശമ്പളം എന്തായിരുന്നു, 2000 രൂപ പറ്റിയാണ് ശമ്പളം. അന്ന് അത്രയൊക്കെ ഉള്ളൂ അന്നത്തെ കാലത്തെ. അതിന് വലിയ ശമ്പളമാണ്. അപ്പോൾ ഏകനാഥജി പറയും, ഈ 2000 രൂപ കിട്ടിയൊരു വീട് വാടകയ്ക്ക് എടുത്ത് ചോറും കൂട്ടാനും ഉണ്ടാക്കി തിന്ന് അങ്ങനെയൊക്കെ ജീവിതം കളയണോ? നിനക്കിതൊന്നും അന്വേഷിക്കേണ്ട, സകല സുഖസമൃദ്ധമായിട്ടുള്ള ജീവിതം ഞാൻ തരില്ലേ കന്യാകുമാരിയിൽ, ഇതിനു വേണ്ടി ജോലി എടുക്കണോ? ശരി, പോയി. രണ്ടാമത് അദ്ദേഹം പറയും, ഈ ഞാൻ എൻ്റെതായിട്ടുള്ള ഈ കുടുംബം, അവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോവും, പിന്നെ എൻ്റെ എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. ഞാൻ നിനക്ക് തരാൻ പോകുന്നത് ഭാരതമാകുന്ന വലിയ കുടുംബത്തിനെയാണ്. എവിടെ ചെന്നാലും നിന്നെ സ്നേഹിക്കാനും ആദരിക്കാനുള്ള ആൾക്കാരുണ്ടാവും. അതിലും വലിയ കുടുംബം എന്താ ഉള്ളത്? അതും പോയി. മൂന്നാമതായിട്ടുണ്ടായത് എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം, പൊസിഷൻ വേണം എന്നൊക്കെ ഉള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞു, വേദാന്തത്തിനേക്കാൾ വലിയ സയൻസ് ഏതാ ഉള്ളേ കുട്ടി? വിവേകാനന്ദ സ്വാമി എന്നെ പറഞ്ഞിട്ടില്ലേ, സെർച്ച് ഫോർ വൺനെസ് ഇസ് എ സയൻസ്. ഏകാത്മഭാവത്തിലേക്ക് എത്താനുള്ളതാണ് ഏറ്റവും വലിയ സയൻസ് എന്ന്. വേദാന്തത്തിൽ കൂടിയാണ് ഏകാത്മഭാവത്തിൽ എത്താൻ കഴിയുള്ളൂ ആർക്കും. അപ്പം ആ പടിയിൽ കൂടി കയറുമ്പോൾ ഈ സയൻസും അതിനൊന്നും ഒരു വിലയില്ല. അപ്പം അങ്ങനെ അത് കളഞ്ഞു. അപ്പം മനസ്സിൽ നിന്ന് ആ 3 തെറ്റിദ്ധാരണകൾ അദ്ദേഹം എടുത്തു മാറ്റി. അതുകൊണ്ടാണ് എൻ്റെ ഗുരുസ്ഥാനീയന്മാരിലെ ഏറ്റവും അധികം പ്രാക്ടിക്കലായിട്ട് എൻ്റെ ജീവിതത്തിൽ സ്പർശിച്ചിട്ടുള്ളത് ഏകനാഥജി തന്നെയാണ്. വിവേകാനന്ദ സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയവും മസ്തിഷ്കവും ഈ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഹൃദയത്തെ അനുസരിക്കൂ. പിന്നെ അപ്പൊ അമ്മ ഹൃദയത്തിൽ മനുഷ്യന് നമുക്ക് ഇത്തിരി എന്താ പറയണ്ടേ, നമ്മുടെ വ്യക്തിത്വ നിർമ്മാണത്തിന് 2 പ്രധാന ഘടകങ്ങളെ നമ്മൾ നോക്കണം. ഒന്ന് വികസിക്കാൻ ശ്രമിക്കണം, ഒന്ന് ഉയരാനും ശ്രമിക്കണം. എങ്ങനെ വികാസം സംഭവിക്കുക? കയ്യും കാലും ഒരുപാട് ഭക്ഷണം കഴിച്ച് തടിച്ച് വീർത്തിട്ടല്ല, സ്നേഹത്തിൽ കൂടി. എത്രയും പേരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നു അത്രയും മനസ്സ് വികസിച്ചുകൊണ്ടേയിരിക്കും. ആരിലും ഒരു ദേഷ്യമല്ല, എല്ലാവരെയും ഇപ്പോൾ അമ്മ കാണിക്കണ കണ്ടിട്ടില്ലേ നമ്മൾ? അമ്മ കെട്ടിപ്പിടിച്ച് എല്ലാവരെയും സ്വന്താക്കണ കണ്ടിട്ടില്ലേ നമ്മൾ? അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ വികാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ അതിനൊരു പരിധിയില്ല, എപ്പോഴും സന്തോഷിക്കാനുള്ള സമയമുള്ളൂ. മറ്റത്
ഉയരാൻ ശ്രമിക്കണം. അതിന് ആ ഏകാത്മഭാവത്തിനെ ഒന്ന് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ വികാസവും, അതിനാണ് നമ്മൾ കുറച്ച് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, സത്സംഗങ്ങളിൽ ചെല്ലുക, നല്ല ധ്യാനത്തിൽ കൂടിയും യോഗ പ്രവർത്തനങ്ങളിൽ കൂടിയൊക്കെ പോകുമ്പോൾ ആ ഒരു ഉയർച്ച നമുക്ക് കിട്ടും. അപ്പോൾ വികാസവും ഉയർച്ചയും കൂടി ചേർന്നാൽ, എന്നോട് എല്ലാവരും വന്ന് ചോദിക്കും, നീതിക്ക് സുഖമാണോ എന്ന് ചോദിക്കും. അപ്പം അവന് എനിക്ക് ദുഃഖമില്ല. സുഖം തേടുന്നവർക്കേ ദുഃഖമുള്ളൂ. സുഖത്തിനെ തേടി പിന്നാലെ പോവാത്തവർക്ക് ദുഃഖത്തിൻ്റെ ലാഞ്ചനയേ ഇല്ല. എനിക്ക് ദുഃഖമേ ഇല്ല, സത്യമായിട്ടും പറയാം. എന്താ ദുഃഖം? ഈ ഇന്ന് കണ്ട് നാളില്ലാതാകുന്ന സാധനങ്ങളുടെ അഭാവമായിരിക്കും ചിലപ്പോൾ ഓരോരുത്തർക്ക് ദുഃഖം തരുന്നതല്ലേ. മകൻ മരിച്ചു എന്നോ, അമ്മ മരിച്ചു എന്നോ, അച്ഛൻ മരിച്ചു എന്നോ, കുട്ടികൾ മരിച്ചു എന്നോ, സ്വത്ത് പോയിന്നോ, പറമ്പ് പോയിന്നോ, അതിലൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള ഇച്ഛകളും അഭിമാനവും ഇല്ല. അപ്പോൾ അത് കാരണം ഞാൻ പറയും, ദുഃഖത്തിന് എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. ഇപ്പോൾ അമ്മയുടെ ഈ യാത്രയിൽ നമുക്കറിയാം, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ചോദിക്കുമ്പോൾ, ഇപ്പം അമ്മയുടെ ഒരു കൗമാര കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളമാണ് സ്ത്രീകൾക്കുണ്ടായിരുന്ന, സ്ത്രീകളെ എന്നും നമ്മൾ ശക്തിയായിട്ടാണ് കണ്ടിരുന്നത് എങ്കിലും ഒരു തരത്തിലുള്ള ഒരു ചട്ടക്കൂടിലാണ് ജീവിതം ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് അമ്മ അന്നത്തെ കാലത്ത് മുന്നോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഒരു പൊട്ടിച്ചെറിയേണ്ടിയൊക്കെ വരിക അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പെടുമ്പോഴാണ്. അച്ഛൻ പേരുകേട്ടൊരു സാഹിത്യകാരൻ, എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരാൾ, വീടാണെങ്കിൽ എപ്പോഴും സത്സംഗങ്ങളുടെയും വലിയ വലിയ ആൾക്കാരുടെയും വരവും അവരുടെ ആതിഥേയത്വവും ഒക്കെ നടന്നിരുന്നൊരു വീട്. അവിടെ ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ചെറുതാണെന്നോ കൂട്ടിലിട്ടതാണോ എന്നൊന്നും ഒരിക്കലും തോന്നിയിട്ടേ ഇല്ല. ദിവസവും എന്ന് പറയണ മാതിരി ഒരു സത്സംഗവേദിയായിരുന്നു വീടുകളിൽ. വലിയ വലിയ സാഹിത്യകാരനായ കാരണം വലിയ വലിയ സാഹിത്യകാരന്മാരും എല്ലാം, കൊല്ലങ്കോട്ട് ഗോപാലൻ നായർ മുതലായവർ, ചിന്മയാനന്ദ സ്വാമി പിന്നെ എൻ്റെ ഒരു കസിൻ തന്നെയാണ്, രംഗനാഥാനന്ദ സ്വാമികൾ, പിന്നെ രാമകൃഷ്ണ മഠത്തിലെ സന്യാസികൾ, അമ്മമാർ. അപ്പോൾ ഒരിക്കലും ഒരു കൂട്ടിലിട്ട മാതിരിയൊന്നും തോന്നിയിട്ടേ ഇല്ല. പിന്നെ പഠിക്കണമെന്ന് പറഞ്ഞു, പഠിക്കാൻ വിട്ടു. അതുവരെ എവിടെയെങ്കിലും വിവാഹം കഴിക്കേണ്ട പറഞ്ഞു, വിവാഹം കഴിക്കേണ്ട പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരിക്കലും ഒരു തരത്തിലുള്ള നിർബന്ധിത കെട്ടുപാടുകളിൽ വളരേണ്ടി വന്നിട്ടേ ഇല്ല. പക്ഷെ അന്ന് ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ഒന്നും ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇപ്പോ ഇനി നമ്മള് ശ്രീരാമകൃഷ്ണ മഠത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മഠം സ്ഥാപിക്കുമ്പോൾ മാനവന്റെ ഹിതത്തിന് വേണ്ടിയിട്ടും ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു ആശയം ഇന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കുന്ന ഒരു ആശയം തന്നെയല്ലേ? സ്വാമിജി പറയരുത്, ആരാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് അവരാണ് ജീവിക്കുന്നവർ, മറ്റുള്ളവർ സദാ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലി ദോസ് ലീവ് ഹു ലീവ് ഫോർ അതേഴ്സ്, ദി റെസ്റ്റ് ആർ മോർ ഡെഡ് ദാൻ എലൈവ്. എനിക്ക് സ്വാമിജിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു കൊട്ടേഷനാണ് അത്. പിന്നെ അതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ, ഞാൻ എപ്പോഴും ഇങ്ങനെ വലിയ വേദികളിലൊക്കെ പോകുമ്പോൾ, ഭാരതം മരിക്കുകയോ, എന്നാൽ ഈ ലോകത്തിൽ നിന്ന് എല്ലാ ആധ്യാത്മിക സൗന്ദര്യവും നശിക്കും. അല്ലേ? അതാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതം മരിക്കാതെ നോക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ചുമതലയാണ്. അപ്പോൾ ഭാരതം മരിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭാരതീയ സംസ്കൃതിയെ നമ്മൾ എത്രയും ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനുമായിട്ട് ശ്രമിക്കണം. അതിന് ഞാൻ ഉപയോഗിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും പറയുന്നൊരിതാണ്, നമ്മൾ ഓരോരുത്തരും ദേവകാര്യ സമുദ്യതകളാണ്. ഈ ഭാരതത്തിൽ ഒരു ഹിന്ദു സ്ത്രീയായിട്ട് ജനിക്കുന്ന നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കടമയുണ്ട്. ഇത് മറ്റാരെക്കൊണ്ടും ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കില്ല. അതൊരമ്മയ്ക്കേ സാധിക്കുള്ളൂ. ബിക്കോസ് അമ്മ അദ്വൈത മൂർത്തിയാണ്. എന്നുവെച്ചാൽ ആ ഭ്രൂണം തൻ്റെ ഉള്ളിൽ വളരുമ്പോൾ അതിൻ്റെ സ്പന്ദനവും തൻ്റെ സ്പന്ദനവുമായിട്ട് ഒന്നിച്ച് ചേർന്നിട്ടുള്ള ആ അനുഭവമുണ്ടല്ലോ, ഒന്നായിട്ടുള്ള കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾ ആ പ്രാപഞ്ചിക തലത്തിലുള്ള പ്രാണൻ്റെ സ്പന്ദനവുമായിട്ട് ഒന്നായിട്ട് ചേരുകയാണ്. അപ്പോൾ അങ്ങനെ അവളിൽ കൂടിയാണ് അദ്വൈതം പ്രാക്ടിക്കലാവുന്നത്.
ഞാൻ എപ്പോഴും ചെല്ലുന്നൊരു ശ്ലോകമുണ്ട്, എത്ര റിപ്പീറ്റ് ചെയ്താലും മതിയാവില്ല. മകൻ്റെ നന്മയ്ക്ക് എപ്പോഴും ഏകാഗ്ര ദൃഢചിത്തയായി യജ്ഞം ശ്രേഷ്ഠമനുഷ്ഠിപ്പൂ ജനനീ കർമ്മയോഗിനി. താനും മകനും ഒന്നായി തന്നെയാണ് അവൾ കാണുന്നത്. അദ്വൈതത്തിൻ മഹാതത്വം ആദ്യം ബോധിച്ചതമ്മയാം. അമ്മയ്ക്ക് മാത്രമേ അദ്വൈതം വാസ്തവത്തിൽ പറയാൻ അർഹതയുള്ളൂ, അച്ഛന്മാർക്കില്ല. അവർക്ക് എപ്പോഴും ഞാൻ വേറെ നീ വേറെ. വളരെ അപൂർവമായിട്ടേ സന്യസ്ത ജീവിതത്തിലേക്ക് പോകുന്ന അച്ഛന്മാർക്ക് മാത്രമേ ഏകാത്മഭാവം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അമ്മയ്ക്ക് അമ്മയല്ല. അമ്മ അദ്വൈത ഭാവത്തിനെ അവള് സ്നേഹമായിട്ടും ത്യാഗമായിട്ടും വാത്സല്യമായിട്ടും സേവനമായിട്ടും ഏതെല്ലാം തരത്തിലാണ് അത് മക്കളിലേക്ക് പകർന്നു കൊടുക്കുക. അതൊരു അമ്മയ്ക്കേ അറിയുള്ളൂ. അത് ആ മാതൃത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യഭാവത്തിലല്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ കാണും അല്ലേ, ചെറിയ പ്രാണികളിലും കൂടി ആ മാതൃത്വത്തിൻ്റെ ഏകാത്മഭാവം അതൊരു പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണത്. അതിനെ സ്ത്രീകൾ അറിയുന്നില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം മുഴുവനും. അത് അറിയാനിടയായാൽ യു വിൽ ബിക്കം എ ഡിഫറെൻറ്റ് പേഴ്സൺ. നമ്മുടെ സ്വഭാവത്തിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ഈ ഒരു അറിവ്. ഈ ഒരു അധ്യാത്മചിന്ത, എല്ലാം ഒന്ന് എന്നുള്ള ആ ഭാവത്തിനെ നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നു, അത്രത്തോളം നമ്മുടെ മനസ്സിൽ നിന്ന് കാമക്രോധ ലോപമോഹ മദ്വാത്സര്യതകളൊക്കെ തന്നെ ഉതിർന്ന് വീഴും. ആ ഒരു അനുഭവത്തിലെത്താൻ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് എത്തേണ്ട ഒരു വലിയൊരു സന്ദേശമാണ് അമ്മ ഇപ്പൊ പറഞ്ഞത്. കാരണം രീതിയിലും അതെ, അവള് ഗർഭിണിയായിരിക്കുമ്പോൾ അനുഭവിക്കുന്നതായ ആ ഒരു ആനന്ദം, ഏകാത്മഭാവം, അതിനെ വിട്ടുകൊടുക്കാൻ പാടില്ല ഒരു തരത്തിലും. അതിനെ ജീവിതത്തിൻ്റെ ഭാവമാക്കി തീർക്കുക. അപ്പം നീ മക്കൾ നോക്കില്ലേ വേണ്ട, മക്കൾ നോക്കില്ലെങ്കിൽ വേണ്ട. എന്തുകൊണ്ടാണ് മക്കൾ നോക്കാത്ത? എവിടെയോ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്, ഏകാത്മഭാവത്തിൽ എവിടെയോ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. നീ പോയി നല്ല ജോലിയായിട്ട് എടുക്കണം, അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. ഇതേ ത്യാഗ അദ്വൈതഭാവം മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ അമ്മമാർക്ക് സാധിക്കണില്ല. മനസ്സിലേ? ഞങ്ങൾക്കൊക്കെ അങ്ങനെയല്ലായിരുന്നു. ഈ സത്സംഗ പ്രഭാഷണങ്ങൾക്കൊക്കെ നിർബന്ധിതമായി കൊണ്ടുപോയി മമതയില്ലാതെ സ്നേഹിക്കുക. അതാണ് എൻ്റെ അമ്മ. ഞാൻ എപ്പോഴും പറയും, അമ്മ പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണ് സ്നേഹിക്കണം. അങ്ങനെ മമതയില്ലാതെ സ്നേഹിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ മമതയെ മാറ്റിവെച്ച് സ്നേഹത്തിന് തൂക്കം കൊടുത്ത് ആ കുട്ടിക്ക് മനസ്സിന് സന്തോഷം തോന്നുന്നതാണ് ആ സ്നേഹം. അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചു അമ്മയ്ക്ക്. അത് വലിയൊരു മനസ്സാണ്. ആ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ എന്നും നമസ്കരിക്കും. അമ്മയെ നമസ്കരിക്കാത്ത ദിവസമില്ല. ഇനി നമ്മൾ വിവേകാനന്ദ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സാമൂഹികമായിട്ടും ആധ്യാത്മികമായിട്ടും എല്ലാം ഭാരതത്തിൻ്റെ ഉന്നമനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരിടമാണ് വിവേകാനന്ദ കേന്ദ്രം എന്ന് പറയുന്നത്. എങ്ങനെയാണ് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൂടി? ഏകനാഥജി വിവേകാനന്ദ കേന്ദ്രം തുടങ്ങിയപ്പോൾ ആദ്യം നിശ്ചയിച്ചത് ഈ കുടുംബങ്ങളുടെ ഉള്ളിൽ പറ്റി നിൽക്കുന്നവരെ കൊണ്ടുവന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സ്വാർത്ഥ അഭിലാഷങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ലൗകികമായിട്ട് ഈ പറഞ്ഞ മാതിരി 3 തൃഷ്ണകളെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് അങ്ങനെ വരുന്നവർക്ക് മാത്രമേ ശരിക്കും സമുദായ സേവനം ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കേന്ദ്രം തുടങ്ങിയത്. അവിടെ വന്ന് 1, 2, 3 മാസങ്ങളൊക്കെ കുട്ടികൾക്ക് ആദ്യത്തെ ബാച്ചിലൊക്കെ 1 വർഷം മുഴുവൻ അവർക്ക് ട്രെയിനിങ് ആയിരുന്നു. പലരെയും കൊണ്ടുവന്നുള്ള പ്രഭാഷണങ്ങൾ, പുസ്തകങ്ങൾ വായിപ്പിച്ചിട്ട് അവരെ സേവന പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ട് അങ്ങനെയൊക്കെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവർ കൊണ്ട് നടത്തുന്ന കേന്ദ്രമാണ് ഇന്നിപ്പോൾ ഏകദേശം 1000-ലധികം സെൻറ്റേഴ്സ് ഇന്ന് ഇന്ത്യയിലുണ്ട്. വെളിനാട്ടുകളിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല, ഭാരതത്തിൻ്റെ ഉള്ളിലുണ്ട്. അതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള നല്ല സ്കൂളുകൾ നടത്തുന്ന ഏകദേശം 100-ലധികം സ്കൂളുകൾ ഇന്ന് നമുക്കുണ്ട്. ആ സ്കൂളുകൾ അധികമുള്ളത് മുഴുവനും അരുണാചൽ, ആസാം ആ ഭാഗങ്ങളിൽ വടക്ക് കിഴക്കൻ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഭാഗങ്ങളിൽ, പിന്നെ ആൻഡമൻസിൽ വളരെ ദുർഗമം പിടിച്ച സ്ഥലങ്ങളാണ്. അവിടെ 10-12 ഓരോ ഐലൻഡിലും ഓരോ കുട്ടി സ്കൂളുകൾ, അങ്ങനെ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹെൽത്തിൻ്റെ മെഡിക്കൽ കെയറിനുള്ള സ്ഥാപനങ്ങൾ,
പിന്നെ ഏറ്റവും ഏകനാഥജി ഇന്ന് ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ എടുത്തു കാണിച്ചിരിക്കുന്ന യോഗ എന്ന് പറയുന്നത് ഇപ്പോൾ മോദിജി വന്നതിന് ശേഷമല്ലേ തുടങ്ങിയത്. 50 വർഷത്തിലധികമായി വിവേകാനന്ദ കേന്ദ്രത്തിൽ എല്ലാവർക്കും കമ്പൽസറിയാണ് യോഗ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് എന്തായി, ഇപ്പം ഞങ്ങൾ ഈ കൊടുങ്ങല്ലൂരിൽ വന്നിട്ട് തന്നെ 1000 പേർക്ക് യോഗ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ടീച്ചർമാരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ചുറ്റുമുള്ള സ്കൂളുകളിലെ യോഗ ടീച്ചേഴ്സൊക്കെ ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. അങ്ങനെ യോഗ നമുക്ക് നല്ലപോലെ പരത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് തോന്നി ഈ പറഞ്ഞ മാതിരി ഒരു അമൃത കുടുംബം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കല്ലേ ഏറ്റവും വേണ്ടത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് ഒരു ചെറിയൊരു ശിശുവിഹാർ. അതിപ്പോൾ 26 കൊല്ലമായി, 25 കൊല്ലമായി ശിശുവിഹാർ തുടങ്ങിയിട്ട്. അവിടെ ഈ പറയുന്ന മാതിരി കൊച്ചു കുട്ടികൾ, അവരെ കുറച്ച് നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. വലിയ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാറൊന്നും അല്ല അവിടെ. കരാഗ്രേ വസതേ ലക്ഷ്മി സമുദ്രതരേ ദേവി, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്റ്റേജിൽ നിന്ന് വിവേകാനന്ദൻ്റെ സ്പീച്ചസൊക്കെ പറയും, ഏകനാഥജിയുടെ സ്പീച്ചസ് പറയും. അവരൊക്കെ വിവേകാനന്ദ സ്വാമിയുടെ വേഷം കെട്ടി വന്ന് സ്റ്റേജിൽ നിന്ന് ഒരു കൂസലില്ലാതെ അവർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഏകനാഥജിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം എല്ലാ കുട്ടികളും ഏകനാഥജിയുടെ വേഷമിട്ട് വന്ന് ഏകനാഥജിയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഓരോ കോട്ട് എല്ലാവരും നിന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൊച്ചു കാര്യങ്ങളാണ് ഇപ്പോൾ, പക്ഷേ അത് വരും. പിന്നെ അവരെ അന്യോന്യം ഗ്രീറ്റ് ചെയ്യുക. നമസ്തേ ഗുഡ് മോർണിംഗ് എന്നൊന്നുമില്ല, ജയ് ശ്രീമ എന്ന് വെച്ചാൽ ശ്രീ ശാരദാദേവിയുടെ അനുഗ്രഹമാണ് ആ ഒരു കൊച്ചു കുട്ടികൾക്കുള്ള വിദ്യാലയം. അതുകൊണ്ട് ജയ് ശ്രീമാണ്. ഇപ്പം ഞങ്ങളുടെ കുട്ടികളെ എൻജിനീയർമാരും മറ്റുമൊക്കെ ആയതുകൊണ്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ജയ് ശ്രീമ, അപ്പം നമുക്കറിയാം ഇത് എവിടുത്തെ കുട്ടിയാണെന്ന്. ആ കുട്ടി എന്ത് വെച്ചിട്ടാണ് നമ്മളീ വിളിക്കുന്നതെന്ന്. ആ ഒരു സ്നേഹബന്ധം ഉണ്ടല്ലോ, അത്ഭുതമാണത്. അത് അത്ഭുതമായിട്ടുള്ളൊരു ഇത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറേ ഞാൻ പറയും, ഈ കുട്ടികളൊക്കെ മത്സ്യത്തിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഹുക്കുകളാണെന്ന്. ഈ കുട്ടികളെ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ചിലപ്പോൾ വീടുകളിൽ ആദ്യമായിട്ട് അവർ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്.